കഴിഞ്ഞ് നടന്നു വരുമ്പോ എന്നെ കേട്ടാണ്ട് അവനൊരു പെങ്കൊച്ചിനെ വെട്ടിക്കൊണ്ട് പോകുന്നു അല്ലേ? എന്നിട്ട് പള്ളി കഴിഞ്ഞ അമ്മച്ചി വന്നിട്ട് ജിൻസിന് അവിടെ കൊച്ചിനെ കൊണ്ട് പോയി. കണ്ടപ്പോ മനസ്സിലായി ഹെൽമെറ്റ് ഒന്നും വെച്ചില്ലേ ജിൻസാ. എന്ത് കഷ്ടമായി. ആർട്ടി ഒന്ന് കണ്ടുപിടിച്ചു. 5 വർഷം മുമ്പുള്ള ഒരു ഫൈൻ വരും. അതൊരു 5 വർഷം ഇത് പെട്ടതാ കേസ്. എന്നിട്ട് അമ്മാമ്മ വിളിച്ചോ ജിൻസിനെ? വിളിച്ച് പറഞ്ഞു വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കണില്ല. ഇപ്പോൾ അവളോടും പറഞ്ഞ് തിരിഞ്ഞു നോക്കല്ലേട്ടാന്ന്. അത് പതുക്കലിങ്ങനെ ആട്ടുമ്പോ എനിക്ക് അറിഞ്ഞൂടെ. ആ പ്രായമൊന്നും ഉണ്ടായിട്ടില്ല. അത് കൊള്ളാം. ഞങ്ങൾക്ക് തന്നെ 3-ാം കാലം കല്യാണക്കാരിക്കും കൊണ്ടുവന്ന് ഒക്കെ കഴിക്കണ, അല്ലാണ്ട് ഇങ്ങനെ അങ്ങൊന്നും കഴിക്കൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾ പ്രേമിച്ചത് ഞങ്ങൾ ആൾക്കാരൊക്കെ വന്ന് കണ്ട് മുന്നാധാരം ബ്രോക്കർ കൊണ്ടുവന്ന ആളെയാണ് കെട്ടുന്നത്. അവര് കാരണന്മാര് കണ്ട് പറഞ്ഞ് കെട്ടിക്കും, അല്ലാണ്ട് അങ്ങനെയൊന്നും പോവില്ല. ഞങ്ങളാരും പോകത്തൊന്നുമില്ല. വളർത്തിലെല്ലാം ഉണ്ട്. എന്നിട്ട് അമ്മാമ്മ ഈ പെങ്കൊച്ച് ഏതാന്ന് ചോദിച്ചോ തിരിച്ച് വീട്ടിൽ വന്നപ്പോ? വീട്ടിൽ വന്നപ്പോ അറിയായിരുന്നു എനിക്ക്. അറിയാ ഇവള് എന്നെ പിടിച്ച് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകും. പള്ളിയിൽ പിടിച്ചോണ്ടൊക്കെ അറിയാം. അപ്പൊ അമ്മടി കള്ളി അമ്മാമ്മ വഴിയായിരുന്നു റൂട്ടിട്ടത്. അമ്മാമ്മ വഴി അമ്മ ഞാൻ കൊണ്ടുപോകാം. ഏതാണീ മോളെ സിനിമ? ഞാനൊന്നും മിണ്ടൂല്ല. വർത്താനം പറയും. ഇഷ്ടമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അമ്മയോട് വന്ന് പറഞ്ഞതാ? അച്ഛനാണോ അമ്മാമ്മയാണോ? എന്നാ വന്ന് പറഞ്ഞേ? ഒരു പെണ്ണിനെയും വണ്ടി കയറ്റിരുത്തി പോണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങോട്ട് അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അത് അവര് ഇഷ്ടമാണല്ല, അപ്പൊ അവളായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു, റോസ്മി ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അമ്മക്ക് അതിനെ അടുക്കള വഴിയുള്ള ബന്ധം. അപ്പൊ അമ്മ പറഞ്ഞ ആ പെണ്ണ് തന്നെയാണ്, നമ്മള് ഞായറാഴ്ച കാണാറുണ്ടല്ലോ, പള്ളിയിൽ പോകുമ്പോ കാണൂല, അപ്പൊ ആ പെണ്ണ് തന്നെയാന്ന്. അത് കുഴപ്പമില്ല. അങ്ങനെയാണ് അപ്പം പോയി കല്യാണം ഉറപ്പിച്ചത് അല്ലേ? അങ്ങനെ റോസ്മി ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങക്ക് റോസ്മിയാണ് ഇപ്പൊ ദൈവഭയം, സ്ഥിരമായി പള്ളിയിൽ വരുന്നു, അത് മകനെ കാണാനാ? അല്ലെങ്കിലും വരൂ. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? നേരത്തെ കാലത്ത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവാറുണ്ട്. ഞാനിതെങ്ങനെയാ കണ്ടുപിടിച്ചത്? നിങ്ങൾ ഭയങ്കര ബ്രദേഴ്സ് ഭയങ്കര ടൈപ്പാണോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ പരസ്പരം ഒന്നും മറച്ചു വെക്കത്തില്ല. ശരി, ചേട്ടന്റെ കാര്യത്തിന് അനിയൻ കൂട്ടുവന്നു, അനിയന്റെ കാര്യത്തിന് ചേട്ടൻ കൂട്ടുവന്നോ? നിന്ന് കട്ടക്ക് പള്ളിയിലൊക്കെ സ്ഥിരം പോകുമെന്ന് പറഞ്ഞു. അത് ജിൻസിന് ഇഷ്ടമാന്ന് പറയുമ്പോ ഇപ്പം പറവൂർ എന്നൊക്കെ പറയുന്ന ഒരു സാധാ സ്ഥലമാണ്, ഒരു സാധാ ഗ്രാമമാണ്. ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്കിതിനാ ചെറുപ്പം മുതലേ അറിയാല. പിന്നെ ഇങ്ങനൊരു പ്രപ്പോസ് ചെയ്യോന്നുള്ള ഇതില്ല. നമ്മളൊരു ചേട്ടൻ ഉള്ള ബന്ധമായിരുന്നു, ഇത്തിരി വലുതായിരുന്നു. എന്നെക്കാളൊരു 4 വയസ്സ് വലുതാണ്. അപ്പൊ നമ്മളൊരു ചേട്ടന്റെ പോലെയാണ് ആദ്യം കണ്ടിരുന്നത്. ഇവനായിട്ടായിരുന്നു, ലെക്സനായിട്ടായിരുന്നു ഞാൻ കൂടുതൽ കമ്പനി. ഞങ്ങള് തമ്മിലായിരുന്നു ഏജിന് കുറച്ചും കൂടെ ഇത്. പിന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണോ ഈ അഭിനയമൊക്കെ തലക്ക് പിടിച്ചപ്പോഴാണോ? ആദ്യമൊന്നും അഭിനയിക്കില്ലായിരുന്നു, ഏറ്റവും കൂടുതൽ നന്നായിട്ട് അഭിനയിക്കുന്നതാണ് നമ്മളെയൊക്കെ സൈഡാക്കി. അല്ല, നമുക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു. പുള്ളിയാണ് മാറ്റിയെടുത്ത് കൊണ്ടുവന്നത്. അമ്മയൊന്നും അഭിനയിക്കില്ലായിരുന്നു, ഇപ്പൊ അമ്മയൊക്കെ സൂപ്പറായിട്ട്. ഇവരാലോചിക്കുമ്പോ എന്താണെന്നറിയാമോ, 90 വയസ്സായ അമ്മ ഒരു തകർക്കണ്. ഇനിയിപ്പൊ ഞങ്ങൾക്ക് മുന്നും നോക്കാനുണ്ടാ അഭിനയിക്കുന്നു. അമ്മാമക്ക് അഭിനയിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ എന്താണ് കുഴപ്പമെന്നുള്ള മൈൻഡ് ഞങ്ങള് സെറ്റ് ആയതോടുകൂടി അഭിനയാണ്. അമ്മാമേ പണ്ട് ചെറുതിലെ, അമ്മാമ്മയുടെ ചെറുതിലെ നാടകത്തിലോ പള്ളിയില് പാട്ട് പാടാനോ എല്ലാത്തിനൊക്കെ പോയിട്ടുണ്ടോ? ഒന്നും പോയിട്ടില്ല. ആദ്യമത്തെ പാട്ട് പാടാനൊന്നും പോകില്ല. പിന്നെ പള്ളിയില് പാട്ട് പാടുമ്പോ അതിൽ കൂടി പാടും. മറ്റേ
മറ്റേ പള്ളിയിലെ പാട്ട് ഈ അമ്മാമ്മയുടെ ചെറുപ്പകാലം പറയുമ്പോ അപ്പച്ചനെ അറിഞ്ഞൂടല്ലോ ഇല്ല, അപ്പച്ചനറിയാം, അപ്പച്ചൻ അതിനകത്തും കയറി ഇടപെടണേ. ആ ഏത് പാട്ട് എന്തെങ്കിലും പാട്ട് പള്ളിയിൽ പാടൂലേ? ആ. അപ്പൊ പാടും. എല്ലാരും ആ, കൂടെ പാടും. അമ്മാമ്മ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നോ? ഏയ് അതൊന്നുമില്ല. അത്രല്ലാത്ത ഡാൻസിനൊന്നും പോയിട്ടില്ല. ആ, ഒന്നിനും പോയിട്ടില്ല. അമ്മാമ്മയുടെ മൂത്ത മകനാണ് ഇത്, അമ്മൂത്താണ് മൂത്തത്. ബാക്കി 3 പെൺപിള്ളേര് ഇവിടെ ഇല്ല അല്ലെ? 3 ഉണ്ട്. 3 ജിൻസിനാണ് ഫസ്റ്റ് കൊച്ചുമോൻ അല്ലെ? ഫസ്റ്റ് കൊച്ചുമോൻ. അപ്പൊ ജിൻസിനാണോ കൂടുതൽ ഇഷ്ടം? അല്ല അത് രണ്ടുപേരും ഇഷ്ടമാണ്. സത്യം പറ. ചേട്ടന്റെ അനിയനെ ഇഷ്ടമാണ്. ചേട്ടന് അനിയനെ ഇഷ്ടമാണ് അല്ലേ? അയ്യോ, ഞാൻ ചുമ്മാ ചോദിച്ചു. എന്റെ ദൈവം, ഇത് ഈ ഒരു ഭാഗം ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് എന്റെ തെരുവിളിക്ക് ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ചുമ്മാ പറയുന്നത് കേട്ടോ. ആ വീട്ടിലെ ആദ്യത്തെ ആളോട് നമുക്കൊരു ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആളോട് ഇഷ്ടമില്ല എന്നല്ല, ആദ്യമേ ആ ഒരു കൊച്ചുമോൻ എന്നുള്ളൊരിത്. അമ്മാമ്മ സ്വന്തമായിട്ട് ഇവർക്ക് കണ്ടന്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതായത് ആശയം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇതെടുത്താൽ കൊള്ളാന്ന്? അതൊന്നുമില്ല. ഇല്ല. പക്ഷെ അമ്മാമ്മ പറയുന്നതിന്റെ ഇടയിൽ നമുക്ക് കിട്ടും വേണ്ട സാധനങ്ങള്. അതിനോട്ട് തഗ്ഗാണല്ലേ അമ്മാമ്മ? തഗ്ഗാണല്ലേ? സെറ്റ് ചെയ്യും നമ്മള് പറയല്ലേ, വീട്ടിൽ ആള് കൂടുന്തോറും ബഹളങ്ങളും ഇതും കൂടുന്നു. പക്ഷെ അത് ചിലപ്പോ സ്വരച്ചേർച്ച എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അത് നമ്മൾ കുറെ യൂട്യൂബേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈയിടെ അടിയും വെച്ച് ബഹളവും വെച്ചിട്ടൊക്കെ. അത് ഒന്നിച്ച് തന്നെ തുടങ്ങി. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഒരു സോഷ്യൽ മീഡിയയില് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാടില്ലാത്ത കുടുംബത്തിന്റെ ഉള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് ബോധ്യമുള്ള, അതിനുള്ള പക്വതയുള്ള ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ വളർന്നതും ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ജീവിച്ചു പോകുന്നതും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മുടെ ഫാമിലിയുടെ സന്തോഷങ്ങളും ഫാമിലിയിൽ നടക്കുന്ന കുഞ്ഞു നമുക്ക് രസകരമായിട്ട് തോന്നുന്ന കാര്യങ്ങളും ഇതെല്ലാം ഷെയർ ചെയ്ത് നമ്മളുടെ ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുത്ത് മുമ്പോട്ടേക്ക് പോവാ. ഞങ്ങൾ അത് മാത്രം ചെയ്യുന്നുള്ളൂ. അതെ അതെ അതെ, അതാണല്ലോ ഞാനിവിടെ വന്നത്. നമ്മള് ഭയങ്കര രസമാണ് ചില ആളുകളെ കാണുന്നത്, കേൾക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങൾ പറയാനാണ് പലരും യൂട്യൂബ് ഉപയോഗിക്കുന്നത്. പലതും കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി ഒരുമാതിരി മോശപ്പെട്ട തമ്പിടുകയും. ഞാൻ പറഞ്ഞു, നമ്മുടെ ഫാമിലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തല മുട്ടടിച്ചിരിക്കുന്നതും ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഫാമിലിയുടെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ കുടുംബത്തിലുള്ള പോലെ ഫാമിലിയിൽ ഉള്ളിൽ നിർത്തേണ്ട ചില കാര്യങ്ങളും ചില പ്രൈവസി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് വരെ ഷെയർ ചെയ്തിട്ടില്ല. അല്ല, ഒരു മോശപ്പെട്ട ഒരു കമ്പ് പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എപ്പോഴും ഒരിക്കലാണ് കൊച്ചുമോനെ തല്ലിയത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു 10-700 പോയത്. അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നോ? അത് അതിനകത്ത് പെങ്ങളെ തല്ലണ ഒരു സാധനമാണ് ചെയ്തിരുന്നത്. അല്ല, പറയാ ചെയ്തേ, നമ്മള് അങ്ങനെ പോലും കണ്ടന്റിൽ നല്ല ക്വാളിറ്റി മേക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അപ്പൊ എന്താണെങ്കിലും ഈ ക്രിസ്മസ് ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയക്കൊപ്പം ഒരു ഫാമിലി ഇന്റർവ്യൂ തന്നതിന്, അത് ഫസ്റ്റ് എനിക്ക് കിട്ടിയതില് എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. അച്ഛൻ അപാര തഗ്ഗ. അപ്പൊ അച്ഛനാണ് ഇത്. പേര് കേട്ടില്ലേ? പേര് എന്താണ്? തങ്കച്ചൻ. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അമ്മാമ്മക്ക് വേണ്ട. അതായത് അന്നപ്പത്തിന് പേരിടാനുള്ള പ്രായമായിട്ടില്ല. ചിലപ്പോ അച്ഛൻ പറയും ഞാൻ തന്നെ ഇട്ടതോ. ഞാൻ ഉണ്ടായിരുന്ന ആളാണല്ലോ, അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അതുകൊണ്ട് അപ്പൊ എന്താണെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി. നമ്മള് പറയുന്ന പോലെ കണ്ണ് കിട്ടാതിരിക്കട്ടെ, ഞാനും കണ്ണു വെക്കാതിരിക്കട്ടെ. അപ്പം താങ്ക് യു വെരി മച്ച്.